നമസ്കാരം. പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജീവകാരുണ്യ പ്രവർത്തകൻ സമൂഹത്തിന്റെ കരുത്ത്, മന്ത്രി വി അബ്ദുറഹ്മാൻ. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി അറിയിച്ച് 100ഓളം പപ്പന്മാർ അണിനിരന്ന് ഘോഷയാത്ര സംഘടിപ്പിച്ചു. ഭക്തിനിറവിൽ വെട്ടം എരയപുരം അയ്യപ്പൻ വിളക്ക് മഹോത്സവം കൊണ്ടാടി. KS ഷാൻ അനുസ്മരണവും പ്രവർത്തക സംഗമവും സംഘടിപ്പിച്ചു. കേരള മഹിളാ സംഘം മണ്ഡലം ക്യാമ്പ് സംഘാടക സമിതി രൂപീകരിച്ചു. എടക്കനാട് GM UP സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന്റെ സഹവാസ ക്യാമ്പ് ടെലസ്കോപ്പ് സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകൾ. ജീവകാരുണ്യ പ്രവർത്തകർ ചെയ്യുന്ന മഹത്തായ സേവനങ്ങൾ സമൂഹത്തിന് കരുത്താണെന്നും കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം സ്റ്റഡി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ തിരൂർ തുഞ്ചൻപറമ്പിൽ നടന്ന സംസ്ഥാനതല ജീവകാരുണ്യ പ്രവർത്തകരുടെ സംഗമം സൗഹൃദക്കൂട്ടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തിന്റെ 14 ജില്ലകളിൽ 500-ലധികം പ്രതിനിധികൾ സുഹൃത്ത് സംഗമത്തിൽ പങ്കെടുത്തു. ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ കുടുംബത്തിന്റെ അംഗീകാരത്തോടെ കഴിഞ്ഞ 8 വർഷമായി രാജ്യത്താകമാനം പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഡോക്ടർ APJ അബ്ദുൽ സ്റ്റഡി സെന്റർ. തിരൂർ തുഞ്ചൻപറമ്പിൽ നടത്തിയ പരിപാടിയിൽ നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ അധ്യക്ഷത വഹിച്ചു. മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ഏതൊരു സാധാരണക്കാരന്റെയും അബ്ദുൽ കലാം, ഏത് വലിയവന്റെയും അബ്ദുൽ കലാം, മനുഷ്യരാശിയെ പ്രകാശപൂരിതമാക്കിയിട്ടുള്ള സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ച അബ്ദുൽ കലാം. അതാണ് അദ്ദേഹത്തെക്കുറിച്ച് ഒറ്റവാക്കായി ആദ്യം പറയാൻ പറ്റുന്ന കാര്യം. നമ്മുടെ പുതിയ തലമുറക്ക് ഊർജമായുള്ള അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങൾ വളരെ വലുതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടാണ് നിങ്ങൾ സ്വപ്നം കാണും എന്നത്. കേരള പത്രപ്രവർത്തന യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് എടപ്പാൾ മുഖ്യപ്രഭാഷണം നടത്തി. ജീവകാരുണ്യ മേഖലയിൽ, മാധ്യമ പ്രവർത്തന മേഖലയിൽ പരസ്പരം തോളോട് തോൾ ചേർന്ന് പോകേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് ഏറ്റവും കൂടുതൽ അറിയുന്ന ആളുകളാണ് നിങ്ങൾ. ജീവകാരുണ്യ പ്രവർത്തകരുടെ അവരുടെ പ്രവർത്തനങ്ങളെ കണ്ടെത്തുകയും അവരെ ആവശ്യമുള്ള മേഖലയിലേക്ക് അവർക്ക് വിരൽ ചൂണ്ടി കാണിക്കുകയും ചെയ്യുന്ന മഹാദൗത്യമാണ് മാധ്യമ സ്ഥാപനങ്ങളിൽ ചെയ്തു വരും. തീർച്ചയായും ആ പ്രവർത്തനം മാധ്യമ സ്ഥാപനങ്ങൾ ഭംഗിയായി തുടരുന്നത് ഈ മേഖലയിൽ പണിയെടുക്കുന്നവർക്ക് വലിയ കയ്യടിയാണ്. തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ അധ്യക്ഷത വഹിച്ചു. പൂവച്ചൽ സുധീര, PM ഹുസൈൻ, ജിഫ്രി തങ്ങൾ, മുജീബ് താന്നാളൂർ, അഡ്വക്കേറ്റ് M വിക്രകുമാർ, അമർഷാൻ തലശ്ശേരി, ഷാഹിദ കമാൽ, അസീം വെളിമണ്ണ, അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലം, സൽമാൻ കുറ്റിക്കോട്, അമൽ ആൻഡ് സിത്താര, സലിന പുലമന്തോൾ എന്നിവർ സംസാരിച്ചു. വൈകിട്ട് നടന്ന സമാപന സമ്മേളനം താന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചേനാത്ത് ഉദ്ഘാടനം ചെയ്തു. ഗായകൻ ഫിറോസ് ബാബു മുഖ്യാതിഥിയായി. PP അബ്ദുറഹ്മാൻ, ഷമീജ് കാളിക്കാവ്, S അനുജ, TS നിത്യ, അസ്ലം ചെങ്കിലാത്ത്, ഷാമിനി ജിഫ്സൺ, S സുമയ്യ എന്നിവർ സംസാരിച്ചു. വെട്ട ന്യൂസ് തിരൂർ. ക്രിസ്മസ് ആഘോഷത്തെ വരവേറ്റ് ആടിയും പാടിയും ക്രിസ്മസ് പപ്പന്മാരെത്തി. കാരൽ ഗാനത്തിന്റെ അകമ്പടിയോടെ നഗരത്തിലെങ്ങും പപ്പന്മാർ ചുറ്റിയതോടെ ക്രിസ്മസ് സന്തോഷം നാട്ടിലെങ്ങും പരന്നു. YMCയുടെ നേതൃത്വത്തിൽ തിരൂരിൽ നടന്ന എക്യുമെനിക്കൽ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായാണ് പപ്പ ഷോയും പപ്പ ഡാൻസും നടന്നത്. YMCയുടെ നേതൃത്വത്തിൽ 100ഓളം പാപ്പന്മാർ അണിനിരന്ന ഘോഷയാത്ര തിരൂർ നഗരം ചുറ്റിയതോടെ ക്രിസ്മസ് സന്തോഷം നാട്ടിലെങ്ങും പരന്നു.
സമ്മേളനം മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ലോകത്തെല്ലായിടത്തും ക്രിസ്മസിനെ വരവേൽക്കാൻ തയ്യാറെടുപ്പുകൾ നടക്കുകയാണ്. പല യൂറോപ്യൻ രാജ്യങ്ങളിലും സന്ദർശിക്കുന്ന വേളയിൽ നവംബർ ആവുമ്പോഴേക്കും ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളൊക്കെ തന്നെ അവിടങ്ങളിലെല്ലാം നടക്കാറുണ്ട്. തെരുവുകളെല്ലാം തന്നെ ആഘോഷ തിമർപ്പിലാണ്. നവംബർ അവസാനത്തോടുകൂടി തന്നെ ആ ഒരു ആഘോഷങ്ങൾ എല്ലായിടത്തും തുടങ്ങും. ലോകത്തിന് നൽകുന്ന സന്ദേശം ഈ ക്രിസ്മസിലൂടെ സമാധാനത്തിൻ്റെതാണ്. ഡോക്ടർ ലിപി മനോജ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ അധ്യക്ഷ എ പി നസീമ, ഉപാധ്യക്ഷൻ രാമൻകുട്ടി പാങ്ങാട്ട്, ചിത്രകാരൻ ഡോക്ടർ ജിതേഷ് ജി, മനോജ് ജോസ്, എസ് ദാനം, സി എസ് റെനി, ഫാദർ ജോസഫ് മണഞ്ചേരിയിൽ, ഫാദർ ഈശോ ഫിലിപ്പ്, എസ് ഗിരീഷ്, പി എ ഭാവ, കെ എസ് ബിനോയ്, എം കെ ജേക്കബ്, ജോളി കാക്കശ്ശേരി, ജെ വി റിജിൻ, സേവ്യർ ചിത്രകൂടം, എം പി ബെഞ്ചമിൻ, ഷാജി ജോർജ്, തോമസ് മനോജ് എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് കരോൾഗാന മത്സരവും മറ്റ് കലാപരിപാടികളും സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. വെട്ടം ന്യൂസ് തിരൂർ. ഭക്തമനസ്സുകളിൽ കർപ്പൂരഗന്ധം പകർന്ന് അയ്യപ്പസ്തുതി ഗീതങ്ങൾ ആലപിച്ച് വെട്ടം എരയപുരം അയ്യപ്പൻ വിളക്ക് മഹോത്സവം വെട്ടത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് പാലക്കൊമ്പ് എഴുന്നള്ളിച്ചു. താലത്തിന്റെ അകമ്പടിയും നാദസ്വരവും ശരണമന്ത്രങ്ങളുമായുള്ള എഴുന്നള്ളിപ്പ് പ്രദേശത്തെ ഭക്തിസാന്ദ്രമാക്കി. വെട്ടം എരയപുരം അയ്യപ്പൻ വിളക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന അയ്യപ്പൻ വിളക്ക് മഹോത്സവം ഭക്തി നിറവിൽ കൊണ്ടാടി. രാവിലെയോടെ മാതാ അമൃതാനന്ദമായി മഠാധിപതി അതുല്യാമൃതപ്രാണ ഭദ്രദീപം തെളിയിച്ചു. എഴുത്തുകാരൻ തിരൂർ ദിനേശിനെയും വെട്ടത്ത് രാജപരമ്പരയിലെ അംഗവും എഴുത്തുകാരിയുമായ ശോഭവർമ്മയെയും ചടങ്ങിൽ ആദരിച്ചു. വെട്ടത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും പാലക്കൊമ്പ് എഴുന്നള്ളിച്ചു. താളത്തിന്റെ അകമ്പടിയും നാദസ്വരവും ശരണമന്ത്രങ്ങളുമായുള്ള എഴുന്നള്ളിപ്പ് പ്രദേശത്തെ ഭക്തിസാന്ദ്രമാക്കി. എടപ്പാൾ ബാലകൃഷ്ണനും അമ്മേറ്റിക്കര രാമവും സംഘവുമാണ് വിളക്കു പാർട്ടി. ഉത്സവ കമ്മിറ്റി ഭാരവാഹികളായ പി വിജയൻ, എം പി രാജൻ, കെ പി മധു, കെ പി ദാസൻ, കെ ഷാജി, ജിത്തു, വിനു തിരൂർ, യു ജിംനേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വെട്ടം SDPI താനൂർ മുനിസിപ്പൽ കമ്മിറ്റി ഷഹീദ് കെ ഷാൻ അനുസ്മരണവും പ്രവർത്തക സംഗമവും സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം AK അബ്ദുൽ മജീദ് മാസ്റ്റർ സംഗമം ഉദ്ഘാടനം ചെയ്തു.
SDPI സംസ്ഥാന സെക്രട്ടറിയായിരുന്ന അഡ്വക്കേറ്റ് KS ഷാൻ 2021 ഡിസംബർ 18-നാണ് ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരിയിൽ വെച്ച് അക്രമികളാൽ കൊല ചെയ്യപ്പെട്ടത്. മുനിസിപ്പൽ പ്രസിഡന്റ് CP ഗഫൂർ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് CM സദക്കത്തുള്ള, മുനിസിപ്പൽ ഈസ്റ്റ് മേഖലാ പ്രസിഡന്റ് A അയ്യൂബ്, മുനിസിപ്പൽ സെക്രട്ടറിമാരായ PP മഷൂദ്, T ജസ്മീർ ബാബു എന്നിവർ സംസാരിച്ചു. വെട്ട ന്യൂസ് താനൂർ. കേരള മഹിളാ സംഘം തിരൂർ മണ്ഡലം ക്യാമ്പ് ഡിസംബർ 22 ഞായറാഴ്ച തിരൂർ വെച്ച് നടത്താൻ തീരുമാനിച്ചു. സംഘാടക സമിതി യോഗം CPI മണ്ഡലം സെക്രട്ടറി TJ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കേരള മഹിളാ സംഘം തിരൂർ മണ്ഡലം ക്യാമ്പ് യോഗം CPI മണ്ഡലം സെക്രട്ടറി TJ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. അങ്ങനെയാണ് നമുക്ക് ഈ പാർട്ടിയെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നമ്മുടെ എല്ലാവരും ഇപ്പോൾ 50-50 അതാണല്ലോ. 50% പുരുഷന്മാർ, 50% സ്ത്രീകൾക്കും വേണ്ടി വാദിച്ചൊരു പ്രസ്ഥാനത്തിന്റെ ആളുകളാണ് നമ്മളൊക്കെ. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്നത് അതിനു വേണ്ടി വാദിക്കുന്നവരാണ്. സമത്വം, സ്ത്രീ സമത്വത്തിന് വേണ്ടി വളരെയധികം നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അഭിമാനം വേണം, ആവേശം വേണം. അതിലപ്പുറം ജനങ്ങളുമായി ഇടപഴകിക്കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കാനുള്ള ഒരു സന്മനസ്സിന് കഴിവും നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. TP ഹാജറ അധ്യക്ഷത വഹിച്ചു. സംഘടന ജില്ലാ കമ്മിറ്റി മെമ്പർ KP ഹാജറ, CPI മണ്ഡലം കമ്മിറ്റി മെമ്പർ രാജു കുറ്റൂർ, LC സെക്രട്ടറി രവി പള്ളേരി, AITUC മണ്ഡലം പ്രസിഡന്റ് പ്രകാശൻ കുറ്റൂർ, AIYF ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ രജീഷ് കാടായിൽ, ജില്ലാ കമ്മിറ്റി മെമ്പർ അയ്യൂബ് വേളക്കാടൻ, AITUC വഴിയോര കച്ചവടക്കാരുടെ പ്രതിനിധി ജംഷാദ് വേളക്കാടൻ എന്നിവർ സംസാരിച്ചു. വെട്ട ന്യൂസ് തിരൂർ. എടക്കനാട് GMUP സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി കുട്ടികളുടെ സഹവാസ ക്യാമ്പ് ടെലസ്കോപ്പ് സംഘടിപ്പിച്ചു. തിരൂർ സബ് കളക്ടർ ദിലീപ് K കൈനിക്കര ഉദ്ഘാടനം നിർവഹിച്ചു. ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി കുട്ടികളുടെ സഹവാസ ക്യാമ്പ് ടെലസ്കോപ്പ് തിരൂർ സബ് കളക്ടർ ദിലീപ് K കൈനിക്കര ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ കുട്ടികളെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും സ്കൂളിന്റെയും പഞ്ചായത്തിന്റെയും ഒക്കെ വലിയൊരു കർത്തവ്യമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. സോ അതിനോട് പൂർണ്ണമായിട്ട് നീതി പുലർത്തിക്കൊണ്ട് തന്നെ ചെറിയ ക്ലാസ്സുകളിൽ നിങ്ങളൊക്കെ UP സ്കൂൾ കുട്ടികളാണ്. UP സ്കൂളിലും പഠിക്കുന്ന കുട്ടികൾക്ക് തന്നെ ഇത്ര മനോഹരമായ എക്സ്പോഷർ നൽകുവാൻ സ്കൂളും പഞ്ചായത്തും ഒക്കെ എടുക്കുന്ന താല്പര്യം ഏറെ നിർബന്ധമാണ്. തിരൂർ ഹെഡ്മാസ്റ്റർ അബ്ദുസിയാദ് സ്വാഗത ഭാഷണവും PTA പ്രസിഡന്റ് CO ബാബുരാജ് അധ്യക്ഷനായി. പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KT പ്രശാന്ത് സബ് കളക്ടർക്കുള്ള ഉപഹാര സമർപ്പണവും സ്കൂൾ വെൽഫെയർ കമ്മിറ്റി അംഗം റഹ്മത്ത് സൗദ, OSA അംഗം ജയന്ത്, അബ്ദുൽ ഖാദർ മധുക്കൾ, സ്റ്റാഫ് സെക്രട്ടറി കാർത്തിയാനി KP എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ശതാബ്ദി അനുബന്ധ കമ്മിറ്റി ചെയർമാൻ അനുപമ പുരുഷോത്തമൻ നന്ദി പറഞ്ഞു. ശാസ്ത്രാധ്യാപക കൂട്ടായ്മ ടെക് മലപ്പുറത്തിന്റെ അജിത് കുമാർ PTയുടെ ലഘുശാസ്ത്ര പരീക്ഷണങ്ങളോടുകൂടി സെക്ഷനുകൾക്ക് തുടക്കമായി. BRC സ്പെഷ്യലിസ്റ്റ് അധ്യാപകരായ സമീറ, സബിത എന്നിവർ നയിച്ച ഒറിഗാമി ക്ലാസ്, തിരൂർ BRC മ്യൂസിക് ടീച്ചർ ദേവയാനിയുടെ നേതൃത്വത്തിൽ നാടൻപാട്ട് ശില്പശാല, സീനിയർ ആർട്ടിസ്റ്റും നാടക പ്രവർത്തകനുമായ പാർത്ഥസാരഥി നയിച്ച നാടകക്കളരി എന്നീ സെക്ഷനുകൾ കുട്ടികൾക്ക് നവ്യാനുഭവമായി. അധ്യാപകരായ സാരംഗ്, ജീന, ജമാൽ, ഷൈനി, ലിഷിന, ഷെഹർബാനു, സുരജ, ആയിഷ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. വെട്ട ന്യൂസ് പുറത്തൂർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.